അങ്ങനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററിനെ പറ്റിയാണ്. ദ മിത്ത് ഓഫ് റിയാലിറ്റി. ജോയിനിങ് വിത്ത് മീ റീമ കലിംഗൽ, അശ്വതി ആൻഡ് ആൻസലീൻ. വെൽക്കം. ആകെപ്പോഴോടെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ കുറച്ച് എനർജി അതെ ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, തരണം. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, സുഖമാണോ? ആരും അങ്ങനെ ചോദിക്കുന്നില്ല. ഇതുവരെ ആരും അങ്ങനെ ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ താങ്ക് യു. സുഖം സുഖം, സ്വസ്ഥമായിരിക്കുന്നു അല്ലേ? ആനിന് കുറച്ച് അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പനിയാണോ? ചെറിയ കോൾഡ് ഉണ്ട്, അതായിരിക്കും. കൂട്ടത്തിൽ റെസ്റ്റ് കിട്ടിയിട്ടിരിക്കുന്ന കുട്ടിയാണല്ലേ? നമ്മളാണ് ഇവിടെ ഓടി നടന്ന്. എനിക്കൊന്ന് റീം ചേച്ചിക്ക് ഒരു തരത്തിലുള്ള റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഞങ്ങളും ഊറ്റിയെടുക്കാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എനർജി തരണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യങ്ങൾ പോലെ ഇരിക്കും. ഞാനല്ല. അതെ, ഞാൻ ആ പഴയ മിടുക്കിയുടെ ആങ്കറിന്റെ അടുത്ത് വന്ന് കുറച്ചിങ്ങോട്ട് തരണം. എനിക്കിത് വേണം, അതിന് തരണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ തിയേറ്റർ, ദ മിത്ത് ഓഫ് റിയാലിറ്റി. ഇപ്പം ആ ഒരു സിനിമ കാണുമ്പോൾ മീരയിലേക്ക് വല്ലാതെ നമ്മൾ അടുത്തു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികം നമുക്ക് പരിചയമില്ലാത്തൊരു മീര, അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഒട്ടും പരിചയമില്ലാത്തൊരു മീര, എന്നാ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായേക്കാം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്താണ് മീരയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ശരിക്കും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള, ഈ അമ്മ മകൾ രണ്ടുപേരുടെയും ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കും ഈ ഭയങ്കര അതിശയമായിരുന്നു, ഇങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ഫിക്ഷണൽ ആണെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിന്റെ പേപ്പർ കട്ടിങ്സും ഒക്കെ തന്നിരുന്നു. ഫുള്ളായിട്ടല്ലെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നെ ഫസ്റ്റ് കാണിക്കുന്ന കോസ്റ്റ്യൂം അടക്കം ആ ഫോട്ടോയില്, അവരുടെ ആ ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോന്റെ കളർ സ്കീമും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി പിടിച്ചിട്ടുള്ളതെല്ലാം. അപ്പൊ ആ ഒരു അമ്മയ്ക്കും മോൾക്കുമുള്ള ഒരു അവരുടെ ഓർമ്മയിൽ തന്നെയാണ് നമ്മളത് പെർഫോം ചെയ്യുമ്പോഴും എല്ലാം ആ സ്പേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഊർജ്ജം എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ആൻഡ് ഈ പറയുന്ന പോലെ എല്ലാവരും സൊസൈറ്റിയുടെ നടുക്ക് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ ഇവര് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ വളരെ ദുരിതം അനുഭവിച്ച് ജീവിച്ചിരുന്ന മകളും അമ്മയുമാണ്. ഇവിടെ നമ്മൾ ദുരിതം എന്നുള്ളതിന്റെ അപ്പുറത്തേക്കായിട്ട് ഇവരുടെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയി. അത് വല്ലാത്തൊരു പുതുമയുള്ളൊരു ഇതാണല്ലോ. അതും ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെയുള്ള എല്ലാവരും വാച്ച്ഡാണ്. എല്ലാവരെയും വളരെ ക്ലീനായിട്ട് അടുത്തുനിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരുടെയും കണ്ണുകൾ ജഡ്ജ് ചെയ്യാപ്പെടാത്ത ഒരു സ്ഥലത്ത് ഒരു അമ്മയും മകളും എന്നുള്ളത് തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളെ അത് എത്രത്തോളം ആ ഐസൊലേഷൻ അല്ലെങ്കിൽ ആ സോളിറ്റ്യൂഡ്, ഐസൊലേഷൻ ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവ് ടേം ആണ്, സോളിറ്റ്യൂഡ് ആണ് കുറച്ചും കൂടി ഒരു. കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഇവര് തന്നെ ചൂസ് ചെയ്തൊരു ലൈഫാണ് എന്നുള്ളൊരു ശരിക്കും എത്തിപ്പെടുന്നതാണ് അവരവിടെ. പക്ഷെ അതിന്റെ ഉള്ളിൽ അവർ വളരെ കംഫർട്ടബിൾ ആയി ജീവിക്കുന്നു. അതിന്റെ ഉള്ളിൽ അവര് ഒരു ജീവിതമാർഗം കണ്ടെത്തി അമ്മയും മകളും ഈച്ച് അതർ എന്താ പറയാ ഒരു സപ്പോർട്ട് സിസ്റ്റമായി കഴിയുന്ന ഒരു സ്പേസിലേക്ക് ഒരു അതിഥി എത്തുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം സംഭവിക്കുന്നു. അതിൽ നിന്ന് ഈ ഐസൊലേഷൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് അതുവരെ ഇവര് അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു വൈറൽ സ്പേസിലേക്ക്, അവർക്ക് മനസ്സിലാവാത്ത, അവർക്ക് അറിയാത്ത ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഇവരുടെ കഥ എങ്ങനെ ചർച്ചയാവുന്നു, ആ കഥയെ ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ട്, അവരുടെ ഫോണിൽ ഇരുന്നുകൊണ്ട്, അവർക്കറിയാത്ത രണ്ടുപേരുടെ, അവർക്ക് ഉറപ്പില്ലാത്ത രണ്ടുപേരുടെ, അതായത് അവർക്ക് ശരിക്കും എന്താണ് നടന്നതെന്ന് അറിയാതെ പോലും ആളുകൾ എങ്ങനെയാണ് കണക്കിന് കഥകൾ. അതെ അതങ്ങനെ മീര ഇതിന്റെ ഒക്കെ നടുക്ക് നിൽക്കുന്ന ഈ പൊളാരിറ്റീസിന്റെ ഒക്കെ നടുക്ക് അന്തം വിട്ട് ഇതെന്താണ് നടക്കുന്നത്, ഇതെങ്ങനെ പിടിക്കും എന്നറിയാതെ നിൽക്കുന്ന, എന്നാ വളരെ അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം, അമ്മയ്ക്ക് വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഇത് പിടിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മീര. കുട്ടിക്കാരെങ്കിലും 50-50 മാർക്ക്
ചോദിച്ചു പൂന്തോട്ടം തന്നു എന്ന് പറയുന്നത് തീർച്ചയായും എനിക്ക് ആ മിടുക്കിയിലെ ആങ്കറിനെ എനിക്ക് യെസ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അശ്വതി ഇപ്പൊ മീര ഇങ്ങനെയാണെങ്കിൽ അശ്വതി അങ്ങനെയല്ല. അശ്വതി ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സൊസൈറ്റിയുടെ ഒരു റിയൽ ഫേസ് ആണ്. അപ്പോ ആ ഒരു ക്യാരക്ടർ ഇപ്പോ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് വ്യത്യസ്തമാവുന്നത് കുറച്ചുകൂടി? എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറുടെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു യൂട്യൂബറാണ്, ബ്യൂട്ടി വ്ളോഗിങ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി കോണ്ടന്റ് മാത്രം കൊടുക്കുന്ന ഒരാൾ ഇങ്ങനെ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു എന്താണ് ഈ സിനിമയിൽ നടക്കുന്ന കഥ നിങ്ങൾ കണ്ടാലും മനസ്സിലാവുള്ളൂ. ആ സാധനത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ഈ ഒരു ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആ ക്യാരക്ടറിനെ. ഇങ്ങനെ ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഡേൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് എൻ്റെ എന്താ പറയുക കോമ്പിനേഷൻസ് ഉള്ളത്. റിമ ചേച്ചിയുടെ മീര എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല, പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാമായിട്ടൊരു ആ കാര്യങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡേനെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഈ ഒരു തലമുറയിലുള്ള ആൾക്കാർ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. അതല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഓരോ ജനറേഷനിലുള്ള ചെറിയ കുട്ടികൾ തൊട്ട് കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ആളുകളിലേക്ക് നമുക്ക് ഒരു കാര്യം എത്തിക്കാം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇറ്റ് റിയലി മേക്സ് സെൻസ്. ഇന്നത്തെ ഒരു ജനറേഷൻ സോഷ്യലി അവെയർ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർക്ക് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ന്യൂസിൽ കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാ ജനറേഷനിലുള്ള കുട്ടികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നില്ല. പിന്നെ ഏത് ജനറേഷനിലുള്ള ആളാണെങ്കിലും ഓരോ കാര്യത്തെയും എടുക്കുന്ന രീതി വേറെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള അല്ല ഓപ്പോസിറ്റിലുള്ള ഒരാൾ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അമാൽഗമേഷൻ ആണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത ഒരു സാധനം സൊസൈറ്റിക്ക് മുമ്പിൽ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അതിൽ നിന്ന് മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. മീരയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു മീഡിയം എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നിന്ന് മാറി നമ്മൾ എത്ര ഈ ലോകകാര്യങ്ങളെ കുറിച്ചും കൂടി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതെന്ന് വേണം പറയാൻ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുനോ നമ്മളെല്ലാവരെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസേഴ്സ്. വാട്ട് ആർ ദി ഇൻഫ്ലുവൻസിങ് എന്ത് സാധനമാണ് ആൾക്കാർ അതിലൂടെ ഇൻഫ്ലുവൻസ് ആകുന്നതെന്നുള്ളതൊക്കെ ഒരു ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഞാൻ പറഞ്ഞ പോലെ മീഡിയം. ഓക്കെ. ആൻ ഞാൻ നേരത്തെ ആനെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ആന്റെ ക്യാരക്ടർ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതേപോലെ നമ്മൾ കണക്ട് ആവും പേഴ്സണലി. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ വരണമെന്ന് ആയിരിക്കും ആഗ്രഹിക്കുക, പക്ഷെ വന്നു കഴിഞ്ഞാലും അയ്യോ ആ സിസ്റ്ററിന് ഒന്ന് മിസ് ചെയ്യും. അങ്ങനെ മിസ് ചെയ്യുമെന്ന് തോന്നിയ ഒരു സിസ്റ്റർ. വീണ്ടും നഴ്സ്. വീണ്ടും നഴ്സ് പറയൂ. ചെയ്തിപ്പോ അതിലൊന്നും നമുക്ക് പേടിയില്ല. അങ്ങനെയെങ്കിലും കിട്ടട്ടെ ക്യാരക്ടേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷം അത് വർക്കായി എന്ന് പറയുമ്പോൾ. പേടിയുണ്ടായിരുന്നു, കാരണം ഭയങ്കര നാടൻ ഒരു പാവം നാടനും അറ്റ്ലീസ്റ്റ് സീരീസിലാണെങ്കിൽ ഒരു എന്താ പറയാ ആള് കുറച്ച് 20s-ലുള്ളൊരു ക്യാരക്ടറാണ് സീരീസ് ചെയ്തിരുന്നത്. അപ്പം അതുപോലും അല്ല, ഇത് കുറച്ച് കുട്ടിയുടെ അമ്മ മെച്ചോർഡാണ്, ജോലി ചെയ്യാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് എത്ര വർക്കൗട്ട് ആവുമെന്ന്. പക്ഷെ സന്തോഷം അത് വർക്കൗട്ട് ആയി. നിങ്ങൾക്ക് ഞാൻ കാണുന്ന ആൾക്കാർക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു.